ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പൊന്നു, അപ്പം നാളെ സ്കൂളൊക്കെ തുറക്കല്ലേ, നമുക്ക് ബാഗ് പാക്ക് ചെയ്യണ്ടേ? ഒന്ന് ബാഗ് എടുത്തോളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. നമ്മൾ ഈ തവണ കളർന്ന് മാറ്റി പിടിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യണം, ഇപ്പൊ നോക്കിയാലും ഇത് കണ്ണ് പിങ്ക് തന്നെയാണ് പോവുക. എനിക്ക് പിങ്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പിങ്ക് എടുത്തു. നമ്മൾ ഇപ്രാവശ്യം വേറെ കളർ നോക്കിയല്ലേ, കളർ ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അപ്പൊ നോക്കുമ്പോ ഇത് പാകം ഉണ്ടായിരുന്നില്ല, അത്രയും വലിപ്പമില്ല, കുറച്ച് ചെറുതായി പോയി അല്ലേ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഈ ബാഗ് എടുത്തു കേട്ടോ. എനിക്കിത് ഇഷ്ടമായി, കൊള്ളാം. അപ്പൊ ആ ബാഗില് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടോ? ഇല്ല സാധനങ്ങൾ. ഓക്കെ, എന്നാൽ ഓപ്പൺ ചെയ്തോളൂ. നമുക്ക് നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ പൗച്ച് എന്ന് പറയുന്നത്. പൗച്ചും പൊന്നുവിന്റെ ഡ്രസ്സും ഒരേ കളറ്. നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പൊ നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ നമുക്കിനി ഇതാ സ്കെയില് വെച്ചെടുക്കാം. സ്കെയിൽ നമ്മുടെ സാധാ സ്കെയിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് സ്കെയിലിലേക്ക് വെച്ചെടുക്കാം. പിന്നെ ഇതാ നമ്മൾ ഈ വട്ടം സാധാരണ ഈ കളറുള്ളതാണുള്ളത്. ഇപ്പൊ ഞാൻ ഈ കളർ അതിലേത് കളറാ മുന്നേ എടുക്കണേ? ബാഗിന് മാച്ച് ആയിട്ട് പൗച്ചും കൂടി പിങ്ക് ആയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു പിങ്ക് മയായിരുന്നു. അപ്പോ പിന്നെ ഞാൻ എന്താണ്ട് ക്യൂട്ട് ആയിട്ടുള്ള കട്ടർ അവിടെ കണ്ടപ്പോ മേടിച്ചു കേട്ടോ. അപ്പൊ എന്നാ ആ കട്ടറിന്റെ മേച്ചായിട്ട് ഇത് എടുത്തോളൂ. ഗ്രീൻ വെച്ചൂടെ എന്നാ? വേണ്ട, എന്നാ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് പെന്ന് വേണ്ടേ? പെൻസിൽ വേണം ആദ്യം. പെൻസിൽ ഒരെണ്ണം മാക്സിന് വേണ്ടി പെൻസിൽ നമുക്ക് ഒരെണ്ണെടുക്കാം. പിന്നെ എടുത്തോളൂ. പിന്നെ പെന്ന് എടുക്കാം. നമ്മൾ 2 പെൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ക്യൂട്ട് പെൻ എന്താ? അവിടെ ഇരിക്കുന്ന ക്യൂട്ട് പെൻ എന്താ? അപ്പൊ ഇതാണ് നമ്മുടെ സോറി പൗച്ച് ഇവിടെ റെഡി ആയി. അതൊന്ന് എടുത്ത് കാണിച്ചു തരുമോ? ആ പെന്ന് ആ പെന്ന് പുറത്തേക്ക് എടുക്കുമെന്ന് ഞാൻ കണ്ടപ്പോ മേടിച്ചതാണ്. അത് നല്ല ഫെദർ പോലത്തെ ഒരു സോഫ്റ്റുമാണ്. യൂണിക്കോൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കണ്ടപ്പോ അത് ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പൗച്ച് റെഡി ആയിട്ടുണ്ട്. ബുക്ക് എടുത്ത് വെച്ചോളൂ കേട്ടോ. നാളെ പൊന്നിന് ഹാഫ് ഡേ അല്ലേ ക്ലാസ്? അപ്പൊ കുറച്ച് ബുക്ക് മതി, ഫുള്ള് ബുക്കിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാം വേണ്ട, വേണ്ട, എല്ലാം വേണ്ട. നാളെ ഉച്ച വരെ അല്ലേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഒരു റഫ് ബുക്കും അതുപോലെ തന്നെ ഡയറി, പിന്നെ എക്സ്ട്രാ ഒരു നോട്ടും കൂടി വെച്ചോളൂ. അത്രയും മതി കേട്ടോ. ഡയറി വെച്ചോളൂ. ഡയറി വെക്കാം. പിന്നെ 2 നോട്ടും കൂടി എടുക്കാല്ലേ? വെറുതെ വെച്ചോളൂ, പക്ഷെ കാര്യമൊന്നുമില്ല. നാളെ ഹാഫ് ഡേ അല്ലേ, നാളെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആവും. പ്രത്യേകിച്ച് പഠിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ ജസ്റ്റ് ഒന്ന് വെച്ചോളൂ കേട്ടോ. ബാക്കിയുള്ള ബുക്കും കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞതിന് ശേഷം കൊണ്ടുപോയാൽ മതി. ടൈം ടേബിൾ കിട്ടും. അതെ, എടുത്തു വെച്ചോളൂ. ഇനി വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കണ്ടേ? അല്ലെങ്കിൽ രാവിലെ കിടന്ന് തപ്പേണ്ടി വരും വാട്ടർ ബോട്ടിൽ ഇടുന്നത് കേട്ടോ. അവിടെ വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നത് ഇതാ, അതിന്റെ ലിറ്ററും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോ തന്നെ തുടങ്ങിയതാണ്. 2-3 കടയിൽ തപ്പി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കുറച്ച് വലിപ്പം കൂടുതലാട്ടോ. അതിന്റെ ഇത്രയൊക്കെയാണ് അവള് വെള്ളം കൊണ്ടുപോകാറുള്ളൂ സാധാരണ. പക്ഷെ ഇതന്നെ വേണമെന്ന് പറഞ്ഞപ്പോ പിന്നെ ഇത് ഇത്രയും സൈസിലേ ഉള്ളൂ. അപ്പൊ അത് മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ ആ ഭാഗം കൊണ്ടുപോയ ഭാഗ്യം. ഓക്കെ, പക്ഷെ സംഗതി നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. കാണിച്ചേ, നല്ല രസം. ഏകദേശം അത്രയും വലിപ്പുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എടുത്തത് കൊട വെച്ചോളൂ കേട്ടോ, മറക്കണ്ട. കൊടയും നല്ല പിങ്കി പിങ്കി. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു. ഓക്കെ, അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബാഗിന്റെ അതേപോലെ തന്നെ പിങ്ക്, എന്റെ മുകളില് പ്രിന്റും ആയിട്ടുള്ളത് നല്ലൊരു കൊട. ബാഗിന് നല്ല ആദ്യം കണ്ടപ്പോ തന്നെ കവറ് വെച്ചോളുണ്ട് കേട്ടോ. കുഞ്ഞു നനഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാ ആ കവറിൽ ഇട്ടിട്ട് അത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ബുക്കൊക്കെ ആകെപ്പാടെ നനയും. ഒരു കവറ് തരാം, നാളെ ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ഓക്കെ,
ഞാൻ മേടിക്കാം. ഞാൻ അടുത്തതെടുത്ത് വെച്ചോളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ. പേപ്പർ സോപ്പ് ഉണ്ടല്ലോ. വേണ്ട കേട്ടോ, അത് കൊണ്ടുപോണ്ട. കാരണം കൊണ്ടുപോകാറുണ്ട്, പക്ഷെ ഇപ്പൊ അതുകൊണ്ട് കഴുകുന്ന അത്ര നല്ലതല്ല. നമുക്ക് ജോമെട്രി ബോക്സ് വെക്കാം. അതിനെ കാണിച്ചു തരാം കേട്ടോ. ഇത് പുതിയതാണ്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതാ പ്രാവശ്യം 5th ആയതുകൊണ്ട് ജോമെട്രി ബോക്സ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചു വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അതിപ്പോ തന്നെ ആവശ്യം വരില്ല. അത് നാളെ കൊണ്ടുപോകുന്നു വേണ്ട കേട്ടോ. ആ മിസ് പറയുമ്പോ കൊണ്ടുപോയാൽ മതി. അവിടെ മാറ്റി വെച്ചോളൂ. ഓക്കെ, ഇതാ കൂടെ വെച്ചോളൂ, മാർക്കട്ട. സ്റ്റിക്കറൊക്കെ ഒടിച്ചതല്ലേ? പൊന്നോന്റെ സ്റ്റിക്കർ കളക്ഷൻ ആണോ? ഇതാട്ടാ, അവളെ ബുക്കിലേക്ക് വേണ്ടിയിട്ട് കുറേ സ്റ്റിക്കേഴ്സ് കാണിച്ചതാണ്. അത്രയ്ക്കൊന്നും ഒട്ടിച്ചിട്ടില്ല. ആകെ ഓരോന്ന് മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരൊറ്റ പേപ്പർ മാത്രം അതൊന്നും എടുത്ത് ഒട്ടിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം കാണിച്ചത് പൊന്നൂന് ഡയറിയിൽ ഒട്ടിക്കാനുള്ള ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അപ്പം അതെടുത്തിട്ട് ഞാനത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് ബാക്കിയുള്ള 2 ഫോട്ടോ കൂടി കണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പൊന്നുവിൻ്റെ ഏറ്റവും ഫസ്റ്റിലെ ഫോട്ടോ കേട്ടോ. 2 കൊല്ലം കൊറോണയ്ക്ക് ആയിട്ട് പോയി. ഫസ്റ്റ് 4 LKG പഠിക്കുമ്പോഴാണ് ഫസ്റ്റിലെ ഫോട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ? കണ്ടപ്പോൾ ഒരു രസം. അപ്പം ഞാൻ അത് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണോ LKG? സോറി കേട്ടോ, ഇതാണ് LKG ഫോട്ടോ. മറ്റത് UKG ആണ്. ഇത് UKG ഫോട്ടോ, അത് LKG. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇതാണ് LKG എന്ന് തോന്നി. അത് കഴിഞ്ഞിട്ടാണ് ഹെയർ കുറച്ചുകൂടെ ഷോർട്ടായി. കുറച്ച് ഹെയർ ഉണ്ടായിരുന്നു, പിന്നീട് ഷോർട്ടാക്കിയതാണ്. അത് 2. ഇപ്പൊ നോക്കിയേ ഇങ്ങനെയായി. നമുക്കിത് കാണുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ഫോട്ടോ കാണുമ്പോഴാണ് ഇത്രയും മാറ്റം വരുത്തിയോ എന്നുള്ളത് മനസ്സിലാണ്. ലഞ്ച് ബോക്സ് വേണ്ട, അത് രാവിലെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നാളെ ഇല്ലല്ലോ, നാളെ ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ. സ്നാക്സിന് കൊണ്ടുപോകാൻ പാടുമെന്ന് അറിയില്ല. അതെന്തായാലും നാളെ എന്തെങ്കിലും കുറച്ച് കൊണ്ടുപോയിക്കോളൂ. വലിയ കുട്ടിയായി, ഇനി സ്നാക്സ് ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അതെ, അപ്പൊ ഇനി മിസ് വേണ്ടെന്ന് പറയാ. ചമ്മ കൊണ്ടുപോകണ്ട കേട്ടോ, നാളെ കൊണ്ടുപോയിക്കോളൂ. അപ്പൊ നമ്മുടെ ബാഗ് എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പൊന്നൂസ് നാളെ പൊന്നിന്റെ ഫസ്റ്റ് ഡേ ഓഫ് 5th സ്റ്റാൻഡേർഡ് ആണല്ലേ? അപ്പൊ ആർ യു എക്സൈറ്റഡ്? വെരി എക്സൈറ്റഡ്. അങ്ങനെയൊന്നല്ലല്ലോ കുറച്ച് മുന്നേ പറഞ്ഞത്. എന്താണ് 2 മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോ? നല്ല മടിയുണ്ട്. ബട്ട് സ്റ്റിൽ എക്സൈറ്റഡ് ആണല്ലേ? പുതിയ ഫ്രണ്ട്സ്, പുതിയ ക്ലാസ് ടീച്ചർ അല്ലേ? അതൊക്കെ ആലോചിക്കുമ്പോ സന്തോഷമുണ്ട് അല്ലേ? LP അല്ല UP എത്തി. LPന്ന് UPക്ക് എത്തി. അപ്പൊ നാളെ കാണാം. നമ്മളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? അപ്പൊ പറഞ്ഞോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണും വരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.